ഹായ്, എൻ്റെ പേര് അജു പയസ്. ഞാൻ ഒരു ഗവൺമെൻറ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ബാങ്ക് എക്സാമുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂസ്, ഫിനാൻസ് സംബന്ധമായ കോഴ്സുകൾ, MBA, BCom ഇതൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ബാങ്കിങ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക്സ് ഒരു 10 ചെറിയ വീഡിയോസിൽ ചെറിയ കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. ഇഷ്ടപ്പെടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. പണ്ട് ഇതൊരു സർവീസ് സെക്ടർ മാത്രമായിരുന്നു. സർവീസ്, അതായത് നാടിന് ഉള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സേവനമായിട്ടാണ് പണ്ടൊക്കെ ബാങ്കിങ് നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ മെയിനായിട്ട് പ്രോഫിറ്റ് ആണ് എല്ലാ ബാങ്കും ഡിമാൻഡ് ചെയ്യണത്. സർവീസ് ചെയ്യും, അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് മേക്ക് ചെയ്യണം. അവരുടെ ബാങ്കിലെ സ്റ്റാഫ്, അവരുടെ ബാങ്കിന്റെ റെന്റ്, അതുപോലെ എന്ത് ചെലവുകളും അവരുടെ പ്രോഫിറ്റ് നിന്നാണ് അവർക്ക് എടുക്കേണ്ടി വരിക. അപ്പോൾ പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിസിനസ് ആണ്. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക്, ഞാനൊരു വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്, എക്സ് ബാങ്ക്. നമ്മുടെ നാട്ടിലൊരു ബാങ്കാന്ന് വെച്ചോ. അപ്പൊ ഈ ബാങ്ക് എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ നാട്ടില് ഒരാളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്ന് വെക്കുക, ഒരു 1,00,000 രൂപയുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ല. അയാളുടെ കയ്യിൽ ആ പൈസ ഉണ്ട്. ആ പൈസ ഇങ്ങനെ വെച്ച് കുറേ ആയി. ഇത് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവോ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഹോട്ടലിൽ തുടങ്ങി അത് പൊട്ടിപ്പോവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള പേടിയായിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിനെ സമീപിക്കും. ആ ബാങ്കിന്റെ പേരാണ് എക്സ് ബാങ്ക്. ഈ ആളുടെ പേരാണ് എ. അപ്പൊ ഇയാളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, അതായത് 1,00,000 രൂപയുണ്ട്. ഈ ആള് ബാങ്കിനോട് ചോദിക്കും, ഇത് 1,00,000 രൂപയുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് എന്ത് പറയും? തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്കീമുണ്ട്, ഇവിടെ ഡെപ്പോസിറ്റ് ഇടാം നിങ്ങൾക്ക്. അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്. പലിശ 8% വരെ ഞങ്ങൾ തരാം. നിങ്ങളുടെ ഈ 1,00,000 രൂപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. 8% പലിശയും അടക്കം 1 ഇയറിന് ശേഷം ഇത് തിരിച്ചു തരാമെന്ന് ബാങ്ക് പറയും. അതാണ് ഒരു ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ എക്സ് ബാങ്ക് എ എന്ന് പറഞ്ഞ പേഴ്സന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ വാങ്ങും. ഇതാണ് ഡെപ്പോസിറ്റ്. ഇതിന് പകരം ബാങ്ക് എന്ത് ചെയ്യണം? ബാങ്ക് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് 1 ഇയറിന് ശേഷം തിരിച്ചു കൊടുക്കണം. അപ്പൊ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു 8% എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് 1,00,000 രൂപ വാങ്ങി 1 ഇയറിന് ശേഷം 8% കൂട്ടി എക്ക് തിരിച്ചു കൊടുക്കണം. ഇതാണ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ 1 ഇയറിന് ശേഷം അതൊരു 1,08,000 റുപ്പീസ് ബാങ്കിന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഇത് ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു ലയബിലിറ്റി ആണ്. 1 ഇയറിന് ശേഷം ഇത് പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഓർക്ക, ഒരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ബാങ്കിന്റെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? 1,00,000 രൂപ എ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി 1,00,000 രൂപയുണ്ട്. ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിന് എന്തൊക്കെ ചെയ്യാം? ബാങ്കിന് ഇത് ആർക്കെങ്കിലും കൊടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെ? എന്തെങ്കിലും പൈസ ഇൻട്രസ്റ്റ് ഒക്കെ ചേർത്ത് തിരിച്ചു കിട്ടണം. അപ്പോ ആ നാട്ടില് ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, പേഴ്സണൽ ആവശ്യമോ, അല്ലെങ്കിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു കട നടത്തണം, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങണം, വീടും എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണം. അപ്പൊ ഈ ആൾക്ക് 1,00,000 ആണ് ആവശ്യം. അപ്പൊ ഈ ആവശ്യമുള്ള ആള് ബാങ്കിനെ സമീപിക്കുകയാണ്. സമീപിച്ചിട്ട് പറയാണ്, എനിക്ക് 1,00,000 രൂപ വേണം, എൻ്റെ കല്യാണമാണ്. അപ്പൊ കല്യാണം ആകുമ്പോൾ തീർച്ചയായിട്ടും ചെലവുകളുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെലവുകളേ ഉള്ളൂ. അപ്പൊ ഈ 1,00,000 രൂപ ബാങ്കിന്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ബി. ബാങ്ക് പറയും, ശരിയാണ്, ഞങ്ങളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, ഞങ്ങളത് നിങ്ങൾക്ക് ലോൺ ആയിട്ട് തരാം. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? 1 കൊല്ലത്തിന് ശേഷം ഇൻട്രസ്റ്റ് ഒരു 10% കൂടെ ചേർത്ത് ബാങ്കിന് തിരിച്ചു കൊടുക്കണം. ഇതാണ് എന്ത്? ലോൺ. ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു അസറ്റ് ആണ്. അസറ്റ്, അതായത് ബാങ്കിന് കിട്ടാനുള്ള പൈസയാണ്. നേരത്തെ ലയബിലിറ്റി ആണ്, ഡെപ്പോസിറ്റ് ലയബിലിറ്റി ആണ്. അതുപോലെ ലോണ് ബാങ്കിനെ സംബന്ധിച്ച് അസറ്റ് ആണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും, എക്സ് എന്ന് പറഞ്ഞ ബാങ്ക്
എ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, ഡെപ്പോസിറ്റ് വാങ്ങി 8% ഇൻട്രസ്റ്റ് കൊടുക്കണം ബാങ്കിന് 1 കൊല്ലം കഴിയുമ്പോൾ. ബി എന്ന് പറഞ്ഞ ആൾക്ക് പൈസ ആവശ്യം വന്നു, അയാൾ ബാങ്കിനെ സമീപിച്ച് 1 lakh രൂപ വാങ്ങി. ഒരു കൊല്ലം കഴിയുമ്പോൾ 10% ഇൻട്രസ്റ്റും വെച്ച് ഇയാൾ എത്ര കൊടുക്കണം? 10,000 കൂടെ ചേർത്ത് 1,10,000 rupees ബാങ്കിന് കൊടുക്കണം. ഓക്കെ, 1 ഇയറിന് ശേഷം. അപ്പൊ ഇയാള് 1 ഇയറിന് ശേഷം 1,10,000 കൊടുത്തു, ബാങ്കിന് കൊടുത്തു. ബാങ്ക് എന്ത് ചെയ്യണം? അതില് 1,08,000 rupees എക്ക് കൊടുക്കണം. ബാക്കി എത്രയുണ്ട്? 2,000 rupees ഉണ്ട്. 2,000 rupees. ഇതില് ബാങ്ക് ഒരു സ്ഥാപനമാണ് അല്ലെ, ഒരു കെട്ടിടത്തിലാവും നിൽക്കുന്നുണ്ടാവുക. ബാങ്കിനെ സംബന്ധിച്ച് ആ കെട്ടിടത്തിന് റെന്റ് ഉണ്ടായിരിക്കും. റെന്റ് എന്തുണ്ട് അവിടെ? പിന്നെ എന്താ ഉണ്ടാവുക? സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, കാണാൻ ഭംഗിയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ സ്റ്റാഫിന് സാലറി കൊടുക്കണം, സ്റ്റാഫിന്റെ സാലറി. പിന്നെ എന്താ ഉണ്ടാവുക അവിടെ? ടെലിഫോണായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്റർനെറ്റ് വേണം, ഇന്റർനെറ്റ്. പിന്നെന്താ? പിന്നെ അങ്ങനെ ഒരുപാട് ചെലവുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരു 1,000 rupees ചെലവുണ്ടെന്ന് വെക്കുക. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ചെലവ് കഴിച്ച് ബാക്കി എന്താണ്? 1000 രൂപ, 2000 ഈ 1000 രൂപ ചെലവ് പോയി എന്ന് വെക്കുക. ബാക്കി ഈ 1000 രൂപ ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആണ്. ഇതാണ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ പ്രൈമറി ആക്ടിവിറ്റി. ബാങ്ക് ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റിന് ഒരാൾക്ക് ലോണ് കൊടുക്കും. കൊടുക്കാനായിട്ടുള്ള പൈസ ഇവിടുന്ന ബാങ്കിന് കിട്ടാം ഒരു ലോവർ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഇവിടെ 8% ഡെപ്പോസിറ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 10% ബാങ്ക് ഒരാൾക്ക് ലോണായിട്ട് കൊടുക്കും. 10%. അപ്പൊ 2% ലാഭമായി. 2% ലാഭമായി. അതില് ബാങ്കിന്റെ ചെലവുകൾ കഴിച്ച് ബാക്കി ഒരു 1% പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ? ബാങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ബൈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. Accepting deposit at lower interest rate and lending loans at higher interest rate. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ്സ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 8% നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ബാങ്കുകൾ. എന്നിട്ട് ലെൻഡിങ് ലോൺസ് അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 10%. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒരു എത്രയായി? 2% ഇവിടെ നമുക്ക് മാർജിനായിട്ട് കിട്ടും. അതിൽ ബാങ്കിന്റെ ചെലവുകളൊക്കെ കഴിച്ച് ബാക്കി ഇപ്പോൾ ഒരു 1% ആണ് ചെലവുകൾ എന്ന് വെച്ചോ. അത് കഴിച്ച് ഒരു 1% പ്രോഫിറ്റ്. ഇതാണ് ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ. ബാങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ബൈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ് അറ്റ് ഹയർ ഇൻട്രസ്റ്റ്. അടുത്തതായിട്ട് ബാങ്കിങ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു ബ്രാഞ്ചിൽ ചെയ്യുന്നുണ്ടായിരിക്കുക? ഞാൻ ആദ്യം പറഞ്ഞു ഒരാളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഡെപ്പോസിറ്റ് വാങ്ങി ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന്, ലോവർ ഇൻട്രസ്റ്റ് റേറ്റിന് ഡെപ്പോസിറ്റ് വാങ്ങി ഹയർ ഇൻട്രസ്റ്റ് റേറ്റിന് ലോണ് കൊടുക്കും അല്ലെ. ഇതാണ് ബാങ്കിന്റെ പ്രൈമറി ബിസിനസ്. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. പണ്ടത്തെയൊക്കെ ട്രഡീഷണൽ ബാങ്കിങ് ഇപ്പോൾ ഒരു 100 വർഷം മുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ നമ്മൾക്ക് ട്രഡീഷണൽ ബാങ്കിങ് അല്ലെങ്കിൽ കൺവെൻഷണൽ ബാങ്കിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രിക്ക് ആൻഡ് മോർട്ടാർ ബാങ്കിങ് എന്ന് പറയാം. അതായത് പണ്ടത്തെ ബാങ്കിങ് ഒക്കെ ഇത് മാത്രമാണ്. ഇപ്പൊ നിങ്ങളൊരു ബാങ്ക് പോയി കഴിഞ്ഞാൽ ഇത് മാത്രമാണോ ബാങ്കിന്റെ ബിസിനസ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ. ഗോൾഡ്, മറ്റേ ലോക്കർ, ATM കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ വേണ്ട. അപ്പോഴേക്കും അവർ വന്ന് ഇത് ചേരോ അത് ചേരോ ഇത് ചേരോ എന്ന് പറഞ്ഞിട്ട് തൊഴിൽ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇന്ന് നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇത് മാത്രമൊന്നല്ല ബാങ്കിന്റെ ആക്ടിവിറ്റീസ്.
ഇത് പ്രൈമറി ആക്ടിവിറ്റി തന്നെയാണ്. ഇതെന്നാണ് ഒരു മേജർ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ബാങ്കിന് കിട്ടുക ഇതെന്ന് തന്നെയാണ്. ബാക്കി പിന്നെയും കുറെ സെക്കൻഡറി ആക്ടിവിറ്റീസ് ഇപ്പൊ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലോക്കർ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ, എന്റെ വീട്ടിലൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ആധാരം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള ഒരു സാധനം, ഒരു റേഡോ വാച്ച് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചാൽ പേടിയാണ് അത് ആരെങ്കിലും അടിച്ചു മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാങ്കിന്റെ ഒരു ലോക്കറിൽ കൊണ്ടിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ലോക്കർ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ATM കാർഡ്സ്. അപ്പൊ ATM കാർഡ്സ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും, അതിനൊരു ചാർജ് എടുക്കും അല്ലെ, ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ SBIയിലൊക്കെ പോയി കഴിഞ്ഞാൽ SBI ലൈഫ് ഇൻഷുറൻസ്, കാനറ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോയ്സ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ ബാങ്കിനും അവരുടേതായ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. പിന്നെന്താ, ചില ബാങ്കുകൾ പോയി കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും, പുറത്തോട്ട് പൈസ അയക്കാം, ഫോറിൻ എക്സ്ചേഞ്ച്. പിന്നെ ചില ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ മണി ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെസ്റ്റേൺ യൂണിയൻ, എക്സ്പ്രസ് മണി, നിയ മണി ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് മണി ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് ബാങ്കുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ എന്താണ് നെഫ്റ്റ് RTGS, അതായത് മറ്റുള്ള ബാങ്കുകളിലേക്ക് ഫണ്ട് അയക്കുക. നിങ്ങളുടെ ഇപ്പൊ SBIയിലുള്ള പൈസ ഇപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് അയക്കുക, അല്ലെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിൽ ഒരു പൈസ ഒരു കാനറ ബാങ്കിലേക്ക് അയക്കുക. അപ്പൊ അതൊക്കെയാണ് ഈ നെഫ്റ്റും RTGSും. നെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakhs, RTGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakhsന്റെ മേലെ ആയിരിക്കണം RTGS. പിന്നെ അതുപോലെ ഒരു മിനിറ്റിനുള്ളിൽ ക്രെഡിറ്റ് വരും, അപ്പൊ തന്നെ ക്രെഡിറ്റ് വരും RTGS. നെഫ്റ്റ് ആവുമ്പോൾ ബാച്ച് ആയിട്ടാണ് പ്രോസസ് ചെയ്യുക. അപ്പൊ ഇതിന് ഒരു ചാർജ് ഉണ്ട്, ബാങ്കിന് അതിനെ ചാർജ് കിട്ടും. പിന്നെന്താ, DD കമ്മീഷൻ. നിങ്ങളിപ്പോ ഒരു വിദ്യാഭ്യാസ വായ്പയ്ക്ക് എടുത്തവർക്ക് അറിയാം, അവര് വിദ്യാഭ്യാസ വായ്പ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇയറിലെ ലോൺ എമൗണ്ട് ഒരു DD ആക്കിയിട്ട് കോളേജിനെ തരും, നമ്മളത് കോളേജിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ ഈ DDക്ക് ഒരു ചാർജ് ഉണ്ട്. ഇപ്പൊ ഒരു 1000 റുപ്പീസിന് ഒരു 3 റുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു 3 lakh ആണെങ്കിൽ അതിനനുസരിച്ചൊരു 300 രൂപയൊക്കെ ഉണ്ടാവും. 3 lakh ഒക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ്. അപ്പൊ അതിന്റെ കമ്മീഷൻ DD കമ്മീഷൻ എന്നാണ് പറയാ. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, വേറെയും ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ബാങ്കിന്റെ സെക്കൻഡറി ആക്ടിവിറ്റീസ് ആണ്. ഇതൊന്നൊക്കെ ബാങ്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് സെക്കൻഡറി ആക്ടിവിറ്റീസ് ആണ്. ലോക്കർ, ATMന്റെ ചാർജുകൾ, ഇൻഷുറൻസ്, ഫോറിൻ എക്സ്ചേഞ്ച്, മണി ട്രാൻസ്ഫർ, നെഫ്റ്റ്, RTGS ചാർജ്, അതിന്റെ DD കമ്മീഷൻ. ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടെ മെയിൻ ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പൊ SBIയിലൊക്കെ പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ SBI മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ HDFC മ്യൂച്വൽ ഫണ്ട്സ്, അതിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും തന്നെ, ഡെപ്പോസിറ്റ്സും ലോൺസും. അതിന്റെ ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റ് ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിനെ കൊടുത്ത്, ലോണ് ഇത്തിരി കൂടെ വലിയ ഇൻട്രസ്റ്റ് റേറ്റിന് കൊടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് പ്രൈമറി ആക്ടിവിറ്റി. ബാക്കി സെക്കൻഡറി ആക്ടിവിറ്റി ആയിട്ട് ഇതൊക്കെ ഉണ്ട്. ഇതാണ് മോസ്റ്റ് മോഡേൺ ബാങ്കിങ്. നിങ്ങളിപ്പോ ഒരു ബാങ്കിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ ഡെപ്പോസിറ്റും അതുപോലെ ലോണും മാത്രമായിട്ട് നമുക്ക് കഴിയാനായിട്ട് പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വേണം. ഇതൊക്കെ കൂടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇത് കൂടാണ്ട് കുറച്ച് സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിവിറ്റീസും കൂടെ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ഇപ്പോ നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. അതിന് പകരം ഫോർ എക്സാമ്പിൾ ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും PMJDY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞൊരു സ്കീമാണ്. അപ്പൊ ഇതിൽ ഇത്രയുള്ള 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും. അതിനൊരു ATM കാർഡും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയുള്ള ഗവൺമെന്റ് ഉദ്ദേശിച്ചത്, കേന്ദ്ര ഗവൺമെന്റ് എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവർക്കും ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് നമ്മൾ ബാങ്കിങ് പാർലറിൽ പറയും. അതായത് നാട്ടിലുള്ള എല്ലാവർക്കും ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. ബാങ്കിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഒരു അറിവ്, അവരുടെ ചെറിയ സമ്പാദ്യം വളർത്താനായിട്ടാണ് ഈ PMJDY അക്കൗണ്ട്സ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ APY
APY എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇതൊക്കെ എല്ലാ ഇന്റർവ്യൂസിനും എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. APY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൽ പെൻഷൻ യോജന. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പെൻഷൻ സ്കീമാണ്. 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ സ്കീമിൽ ചേർന്ന് 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമാണ്. അതുപോലെ ഒരുപാട് PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, PMJJY, ഇതൊക്കെ ഓരോരോ ഇൻഷുറൻസ് സ്കീമുകളാണ്. ഇതൊക്കെ ഈ ബാങ്കുകൾ വഴി, ബാങ്കിന്റെ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ബാങ്ക് വഴി ചേരാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ പിന്നിലെ പ്രിൻസിപ്പിൾ ഇത്രയുള്ളൂ. ഗവൺമെന്റിനെ സംബന്ധിച്ച് നാട്ടിലുള്ള എല്ലാവരുടെ കയ്യിലും ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷാ സ്കീമുകൾ എന്നൊക്കെ പറയും, ഇത് അവരുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് അത്രയധികം ബ്രാഞ്ച് നെറ്റ്വർക്ക്സ് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകൾക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിവിറ്റീസ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിവിറ്റീസും കൂടെ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ.